Hey everyone, welcome back to my channel. നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ചിക്കൻ പിസ്സയാണ്. ഒരു യുണീക്ക് പിസ്സ. വളരെ 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 സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 6 പേർക്കുള്ള പിസ്സയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 6 ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി റവ, ആ ഗ്ലാസ് കണ്ടില്ലേ പാൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന, അതിൽ 1 ഗ്ലാസ് റവ, അതേ അളവിൽ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ 1.5 ഗ്ലാസ് എടുത്തിരുന്നു. അപ്പം ഇനി ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ പാൽ 1 ഗ്ലാസ് പോരാ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ 3 ബ്രെഡ് വെച്ചായിരുന്നു, അതുകൊണ്ട് അളവിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വന്നു. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലും കൂടി അതിൽ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 1.5 ഗ്ലാസ് പാൽ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദ എടുക്കും, കുഴച്ചെടുത്ത് ഒക്കെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന് ഇത്രയേ ഉള്ളൂ. ഇത് ഈ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, 250 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ അത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഗാർലിക് ആൻഡ് ജിഞ്ചർ പേസ്റ്റ് ഒരു ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, പിന്നെ ഒരു സോയാ സോസ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇതിനിടെ ഇതിനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇവനെ നമുക്ക് ഓവർ ഹീറ്റിൽ ഫ്രൈ ചെയ്യണം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര ഹൈറ്റ് ഇല്ലാത്തൊരു ഇതിലോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, നമുക്ക് പിസ്സ മറിച്ചിടാനുള്ള സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ അതിനകത്തോട്ടേക്ക് കുക്കിംഗ് ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അത് തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അതിലേക്ക് നമ്മളെ ബാറ്ററും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ വെവാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ചിക്കൻ ഞാൻ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ചെറുതാക്കി ഇടുന്നുണ്ട് കേട്ടോ. ചെറുതാക്കി. അപ്പോൾ നിങ്ങൾ ചിക്കൻ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ അധികം വലിപ്പില്ലാതെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചാനലിലും ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി ടേസ്റ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മറിച്ചിടാനായിട്ട് ഇത്രയും വലിയൊരു ബിരിയാണി പോട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇനി എരിവിന് വേണ്ടി കുറച്ച് ചില്ലി സോസും കൂടി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തേക്കും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചീസ് ആഡ് ചെയ്യും. അപ്പോൾ അത് ഞാൻ മോസറല്ല പ്ലസ് ചെഡർ ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല, മോസറല്ല ചീസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണെങ്കിലും കുഴപ്പമില്ല, ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ ചിക്കൻ ഇതുപോലെ തന്നെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തായിട്ട് സവാള സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു സവാള ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഒരു ക്യാപ്സിക്കം തന്നെ 2 കളറിലോട്ട് എനിക്ക് കിട്ടിയിരുന്നു. അത് ഒരു ഭാഗം പഴുത്തിട്ട്, നിങ്ങളൊരു ക്യാപ്സിക്കം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഇനി അതിൻ്റെ മേലെ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടും. ഇത്രയും ഐറ്റംസ് ഉള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് ഇതിന് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ആ ചീസൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്, പിന്നെ ആ ക്യാപ്സിക്കം സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് എനിക്ക് റിസ്ക് ആയിരുന്നു, കാരണം ബിരിയാണി പോട്ട് ആയതുകൊണ്ട് ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു പാത്രത്തിൽ പിന്നെ ഉണ്ടാക്കുക, അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്തായാലും ഞാൻ വലിയ പരിക്കൊന്നുമില്ലാണ്ട് പുറത്തേക്ക് എടുത്തു. നമ്മളെ ചൂട് പിസ്സ റെഡിയാണ്. എല്ലാ ശനിയാഴ്ച നമ്മൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് തുടക്കത്തിൽ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇനിയും ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.